ആക്ച്വലി ഇപ്പം നമുക്ക് 20 പേരുടെ കപ്പാസിറ്റിയാണുള്ളത്. ഇപ്പം 44 പേര് താമസക്കാരുള്ളതിനാൽ നമ്മളവരെ തിരിച്ചയക്കുന്നതിന് വേണ്ടി കത്ത് കൊടുത്തു വിട്ടു. പക്ഷേ അല്ല, ഇത് 25 പേരിൽ ഈ 45 പേർക്ക് ആക്കാൻ അതിന് നമ്മുടെ സംസ്ഥാന സർക്കാരല്ലേ അത് ചെയ്യണ്ടേ? അല്ല, കേരളത്തിൽ നമുക്കിപ്പോൾ നിലവിൽ ഒരെണ്ണമേ ഉള്ളൂ. ബാക്കി സർക്കാർ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിലൊന്നും ആരംഭിച്ചിട്ടില്ല. പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ഗേറ്റ് തല്ലി തകർക്കാൻ ശ്രമിക്കുകയും ഫെൻസിങ് തകർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി ചീഫിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊട്ടിയം പോലീസിന് പരാതി കൊടുത്ത് അവർ FIR രജിസ്റ്റർ ചെയ്ത് ഇവന്മാരെ അറസ്റ്റ് ചെയ്ത് ഇപ്പം നിലവിൽ ഈ 4 പേരും പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്, റിമാൻഡിലാണ്. കേരളം ഒരു രാജ്യമല്ല, കേരളം ഒരു സംസ്ഥാനമാണ്. ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളം ഒരു രാജ്യമാണെന്നുള്ള തരത്തിലാണ് നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ അവർ അവതരിപ്പിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇതേ കണക്ക് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പേരിൽ ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം. അന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞു കേരളത്തിൽ അങ്ങനൊരു സംവിധാനം ചെയ്യത്തില്ല, ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞെങ്കിൽ 3 വർഷത്തിന് മുമ്പ് കേരളത്തിൽ ഒരേ ഒരു സാമൂഹ്യനീതി വകുപ്പിൻ്റെ പേരിൽ ട്രാൻസിറ്റ് കേന്ദ്രം ഉണ്ടാക്കിയത് കൊല്ലം ജില്ലയിലെ കൊട്ടിയത്താണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം 4 നൈജീരിയക്കാർ തമ്മിൽ ആക്രമണം ഉണ്ടായത്. അവർ തമ്മിൽ താൻ ഇവിടെ പൂജപ്പുര ജയിലിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചപ്പോൾ അവരെ കൂടെ ഉള്ള നൈജീരിയക്കാർ അവിടെ താമസിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ അത് താമസിപ്പിക്കാതെ തിരിച്ചു കൊണ്ടുപോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള സെക്യൂരിറ്റിക്കാരോടും സെക്യൂരിറ്റി ചീഫുമായിട്ട് വഴക്കുണ്ടാകുകയും കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും അവരിപ്പോൾ റിമാൻഡിലാണ്. ഇവിടെ എപ്പോൾ വന്ന് നോക്കിയാലും ഇവിടുത്തെ സെക്യൂരിറ്റി ചീഫിനെ കാണാനില്ല. അദ്ദേഹം പല പോലീസ് സ്റ്റേഷനിലും SI ആയിട്ടൊക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവിടെ സെക്യൂരിറ്റി ചീഫായിട്ടിരിക്കുന്ന സുജിത്ത് എന്ന് പറയുന്ന അദ്ദേഹം പല സ്റ്റേഷനിലും ഇരിക്കുമ്പോൾ ജനങ്ങളുമായിട്ട് എപ്പോഴും അവരെ ഉപദ്രവിക്കുകയും അവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. എന്തായാലും വന്ന് പെട്ടത് ഇവിടെ നൈജീരിയക്കാരും ശ്രീലങ്കക്കാരും ബംഗ്ലാദേശുകാരും ഒക്കെ അടങ്ങുന്ന ഇവിടെയാണ് വന്നിരിക്കുന്നത്. 20ഓളം പേർക്ക് മാത്രം താമസിക്കാൻ പറ്റുന്ന ഈ ഒരു സ്ഥലം 40 പേരിലധികമാണ് ഇവിടെ താമസിക്കുന്നത്. സാറേ, എന്താണ് കൊട്ടിയത്ത് ട്രാൻസിസ്റ്റ് ഹോമിൽ നടന്ന പ്രശ്നം? എൻ്റെ പേര് ബിജു, ജില്ലാ പ്രൊഫഷണൽ ഓഫീസറാണ്. കൊട്ടിയം ട്രാൻസിറ്റ് ഹോമിൻ്റെ അഡീഷണൽ ചാർജാണ്, എൻ്റെ ഹോം മാനേജരാണ്. 25-ാം തീയതി ഒരു നൈജീരിയൻ സിറ്റിസണിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും പ്രവേശിപ്പിക്കുന്നതിനായിട്ട് ഇവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ ആക്ച്വലി ഇപ്പം നമുക്ക് 20 പേരുടെ കപ്പാസിറ്റിയാണുള്ളത്. ഇപ്പം 44 പേര് താമസക്കാരുള്ളതിനാൽ നമ്മളവരെ തിരിച്ചയക്കുന്നതിന് വേണ്ടി കത്ത് കൊടുത്തു വിട്ടു. പക്ഷേ അല്ല, ഇത് 25 പേരിൽ ഈ 45 പേർക്ക് ആക്കാൻ അതിന് നമ്മുടെ സംസ്ഥാന സർക്കാരല്ലേ അത് ചെയ്യണ്ടേ? അല്ല, കേരളത്തിൽ നമുക്കിപ്പോൾ നിലവിൽ ഒരെണ്ണമേ ഉള്ളൂ. ബാക്കി സർക്കാർ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിലൊന്നും ആരംഭിച്ചിട്ടില്ല. അങ്ങനെ 40 പേര് അധികം ആയതുകൊണ്ടാണ് ഒരാളെ തിരിച്ചയച്ചത്. അതെ, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം ആളുകളുള്ളതുകൊണ്ടാണ് നമ്മൾ ഒരാളെ തിരിച്ചയച്ചത്. അന്നേരം എന്താണ് സംഭവിച്ചത്? തിരിച്ചയച്ചപ്പം നമ്മൾ അതിനകത്ത് താമസക്കാരായിട്ടുള്ള 10ലധികം നൈജീരിയക്കാരുണ്ട്. അതിൽ ചില നൈജീരിയക്കാരന്മാർ വന്നിട്ട് പോലീസുകാരുമായിട്ട് ബഹളം ഉണ്ടാക്കി അവരെ സെക്യൂരിറ്റിക്കാരൻ്റെ ഈ കൊണ്ടുവന്ന നൈജീരിയക്കാർ അവിടെ നിൽക്കുന്ന നൈജീരിയക്കാർ കണ്ടു. അതെ, നൈജീരിയക്കാരനെ കയറ്റി അവിടെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി അകത്ത് കിടന്നവന്മാർ ബഹളം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ഗേറ്റ് തല്ലി തകർക്കാൻ ശ്രമിക്കുകയും ഫെൻസിങ് തകർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി ചീഫിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊട്ടിയം പോലീസിന് പരാതി കൊടുത്ത് അവർ FIR രജിസ്റ്റർ ചെയ്ത് ഇവന്മാരെ അറസ്റ്റ് ചെയ്ത് ഇപ്പം നിലവിൽ ഈ 4 പേരും പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്, റിമാൻഡിലാണ്. ഇവർക്ക് എന്താണ് വിസ തീർന്നതാണോ? ഇവരെന്ത് ആവശ്യത്തിന് പല കേസിനുള്ള ആളുകളുണ്ട്. വിസ തീർന്നിട്ടുള്ള ആളുകളുണ്ട്. അതായത് ഈ ചില NDPS കേസുകളിലുള്ളവരുണ്ട്, പല സ്റ്റേജിലുള്ള കേസുകളിലുള്ളവരാണ്. അപ്പോൾ ഇവർക്ക് പുറത്ത് ആൾക്കാരുണ്ടോ ഇവരെ ഇത് ഇറക്കാനും ജാമ്യം എടുക്കാനും ഒക്കെ? ഇല്ല, ഇവരുടെ ചിലർക്കൊക്കെ നാട്ടിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് ബാംഗ്ലൂരിലും മറ്റ് സ്റ്റേറ്റ്. അവർ നിയമപരമായിട്ട് ഈ വിസയൊക്കെ കറക്റ്റായിട്ട് അവർ വിസ തീർന്നപ്പോൾ ആയിരിക്കും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക. അല്ലാതെ മറ്റ് മയക്കുമരുന്ന് കേസുകളോ അങ്ങനെയുള്ള കേസുകളിൽ കേസുകളിലും ഉണ്ട്, അതുള്ള പ്രതികളും ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചീഫ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സെക്യൂരിറ്റി ചീഫ് സുജിത് നായർ. സുജിത് സാർ, അദ്ദേഹം അതെല്ലാം കൈകാര്യം ചെയ്യാൻ കരുത്തുള്ള ഒരാളല്ലേ? അല്ല, അവിടെ ഉണ്ട്, സെക്യൂരിറ്റി ചീഫും ഉണ്ട്, ബാക്കി 6 പോലീസുകാരും ഉണ്ട്, ഡ്യൂട്ടിയിലുണ്ട്. 6 പോലീസുകാരുണ്ട്.
ഇദ്ദേഹം പകൽ മാത്രമേ ഉള്ളൂ സെക്യൂരിറ്റി ചീഫിന് ജോലി, അതോ 27 മണിക്കൂർ അദ്ദേഹം അവൈലബിൾ ആണോ? സെക്യൂരിറ്റി ചീഫ് പകലുണ്ടാവും, പിന്നെ ഓൺ ഡിമാൻഡ് എത്തിച്ചേരും അദ്ദേഹം. അത് ശരി. അപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതാ സംഭവിച്ചത്. മറ്റേ സാമൂഹ്യ ഈ നീതി വകുപ്പ് വരുന്നത് മിനിസ്റ്റർ ശ്രീ ബിന്ദു അല്ലേ? മാഡത്തിനെ അറിയിപ്പിച്ചിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ ഇവിടെ സൗകര്യക്കുറവിൻ്റെ കാര്യം? അല്ല, അത് ഞങ്ങളെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് നേരിട്ടല്ലല്ലോ നമ്മൾ അറിയിക്കുന്നത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന ഗവൺമെൻറ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് സെക്രട്ടറി ഇവിടെ വന്ന് സ്ഥിതിഗതിയിലൊക്കെ പരിശോധിച്ചിട്ട് പോയതാണ്. അപ്പോൾ എന്തായാലും അതിന് അവരെ അതിനുള്ള പരിഹാരം കാണും ഉടനെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഉടനെ തന്നെ പുതിയ ഹോമുകളൊക്കെ ആരംഭിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാവർക്കും മനുഷ്യത്വവും മാനുഷിക പരിഗണനയും കൊടുക്കേണ്ടതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു. അവരുടെ വകുപ്പിൽ പെടുന്നതാണ്. എന്തായാലും അവരെ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്, മുതിർന്ന ഓഫീസർമാർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് ഇതിൻ്റെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഓഫീസർ നമ്മളോട് പറയുകയുണ്ടായി. പക്ഷേ ഇത്രയും പേര് മനുഷ്യത്വം വേണം, മനുഷ്യന് നീതി വേണം. ഏത് രാജ്യക്കാരായാലും നമ്മുടെ രാജ്യത്ത് വന്നാൽ വിസ പ്രശ്നങ്ങളാവട്ടെ അല്ലെങ്കിൽ മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്തപ്പെട്ടവരാവട്ടെ, അവർക്ക് അവരുടെ രാജ്യത്ത് തിരിച്ചു പോകേണ്ട സംവിധാനം ഉണ്ടാകണം. അവർക്ക് മനുഷ്യത്വപരമായ നടപടികൾ ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് എല്ലാ സ്റ്റേറ്റിലും ഇതേ കണക്ക് എല്ലാ ജില്ലകളും ഈ ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതൊന്നും ഇവിടെ സാധിക്കത്തില്ല, നടക്കത്തില്ല എന്ന് പറഞ്ഞെങ്കിലും പക്ഷേ ഇവിടെ സംവിധാനം ഉണ്ടാക്കി. പക്ഷേ ഇവിടെ ജനങ്ങൾ ബാഹുല്യം കൂടുകയാണ്. ഇപ്പോൾ 20 പേര് 44ഓളം പേരായി. അപ്പോൾ ഇതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. മനുഷ്യത്വരഹിതമായിട്ട് ഇവിടെ ജനങ്ങളെ, ഏത് രാജ്യത്തുള്ള ജനങ്ങളാലും അവർക്ക് മനുഷ്യത്വം വേണം. ഇതേ കണക്കുള്ള SIമാർ ഇവിടെ സെക്യൂരിറ്റി ചീഫ് എന്ന് പറഞ്ഞിട്ട് ചാർജ് എടുത്തിട്ട് ഒരു നിമിഷം പോലും ഇവിടെ ഹാജരാകാതിരിക്കുകയും എപ്പോഴും പുറത്തായി നിൽക്കുന്ന ഒരു മനുഷ്യനെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ വന്ന് തിരക്കിയിട്ട് പോലും അദ്ദേഹത്തിനെ കാണാൻ കിട്ടുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഉദ്യോഗസ്ഥരുണ്ടാകുന്ന സ്ഥലത്തായിരിക്കണം ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. അദ്ദേഹം പോലീസ് സ്റ്റേഷനുള്ളപ്പോൾ ജനങ്ങളോട്, അവിടെ വരുന്ന പോലീസ് സ്റ്റേഷനിൽ വന്ന് ജനങ്ങൾ നിരവധി സമയത്ത് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിലും പോലീസുകാർ സ്റ്റേഷനിലും അദ്ദേഹത്തെക്കുറിച്ച് പല പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും നടപ്പിലായിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള ട്രാൻസിറ്റ് കേന്ദ്രത്തിലാണ്. അവിടെ ജനങ്ങൾക്ക് സംഘർഷമുണ്ടാകുന്ന പല കാരണങ്ങൾ പറഞ്ഞ് അവരെ വീണ്ടും ജയിലിലാക്കിയിരിക്കുകയാണ്. എന്താണ് നീതി, ന്യായം, നിയമം എല്ലാവർക്കും വേണം. അവർക്ക് സുരക്ഷ വേണം, അവർക്ക് നീതി വേണം, അവർക്ക് മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ വേണം. എന്തായാലും അദ്ദേഹത്തിന് 2 ദിവസമായിട്ട് വന്നിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നല്ല ഉദ്യോഗസ്ഥരെ നിർത്തി ഈ 20 പേര് 40 പേര് താമസിക്കുന്നതിന് സൗകര്യം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റ് കേന്ദ്രങ്ങൾ തുടങ്ങി അവിടെയും അവർക്ക് അന്യരാജ്യത്തു നിന്ന് വരുന്നവരെ സുരക്ഷിതമായിട്ട് അവരുടെ കേസുകൾ പരിപൂർണമായിട്ട് പൂർത്തീകരിച്ച് തിരിച്ചു കയറ്റി അവരുടെ രാജ്യത്ത് വിടണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.